അതീവ സന്തോഷവതിയായിട്ടാണ് മഹേഷിൻ്റെ ഓഫീസിലേക്ക് വേദിക നടന്നു നീങ്ങിയത്. അവളുടെ കയ്യിൽ വർണ്ണ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഉണ്ടായിരുന്നു. അവളുടെ ജീവൻ്റെ ജീവനായ ബോയ് ഫ്രണ്ട് മഹേഷ്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകാനായിരുന്നു അവളുടെ ഉദ്ദേശം. ഓഫീസ് റൂമിൻ്റെ വാതിൽ മെല്ലെ തുറന്ന് അവൾ അകത്തേക്ക് കയറി. എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന ചെയർ കണ്ട് അവളൊന്ന് മിഴിച്ചു. അപ്പോഴാണ് അടക്കിപ്പിടിച്ച ഒരു ചിരി അവൾ കേട്ടത്. വേദിക ഓഫീസിൻ്റെ സൈഡ് റൂമിലേക്ക് പോയി. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവളുടെ ഹൃദയം നുറുക്കി. അവളുടെ ജീവൻ്റെ ജീവനായ മഹേഷ് അവൻ്റെ പിയയായ അലീനയെ വാരിപ്പുണരുകയായിരുന്നു. മങ്ങിയ വെളിച്ചത്തിലും അലീനയുടെ ചിരി വേദികയുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. വേദികയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി, തൊണ്ടയിടറി, നെഞ്ചുപിടഞ്ഞു. കാലുകൾ ഇടറി വീഴാതിരിക്കാനായി അടുത്തുള്ള ഡോർ ഫ്രെയിമിൽ അവൾ പിടിമുറുക്കി. കൈകൾ വിറങ്ങലിച്ചതും ഗിഫ്റ്റ് ബോക്സ് താഴേക്ക് വീണ ശബ്ദവും അവളുടെ ഉള്ളിൽ അലയടിക്കുന്ന തിരമാലകളുടെ ശബ്ദത്തിനു മുന്നിൽ അലിഞ്ഞുപോയി. തിരികെ പടവുകൾ ഇറങ്ങുമ്പോഴും അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ അവൾ നന്നേ ബുദ്ധിമുട്ടി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ എങ്ങനെയോ വീട്ടിൽ തിരിച്ചെത്തി. അത്ര നാളും സ്വർഗം എന്ന് കരുതിയ വീട് ഇന്ന് അവൾക്കൊരു കാരാഗ്രഹം പോലെ തോന്നി. മനസ്സ് കൈവിട്ടു പോകുന്നെന്ന് തോന്നിയ വേദിക തൻ്റെ ഉറ്റ സുഹൃത്തായ ക്ലാരയെ വിളിച്ചു. "നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് പോണം വേദിക," ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ക്ലാര പറഞ്ഞു. "നീ നിന്റെ സ്വത്തും കുടുംബവും ഉപേക്ഷിച്ചു. ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഒരുക്കി കൊടുത്തു അവന്. എന്നിട്ടും പുതിയ ഒരുത്തിയെ കിട്ടിയപ്പോൾ അവൻ എല്ലാം മറന്നു. അവൻ നിന്നെ അർഹിക്കുന്നില്ല വേദിക." "ഇല്ല ക്ലാര, എല്ലാം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല," കണ്ണുനീർ തുടച്ചുകൊണ്ട് വേദിക പറഞ്ഞു. അപ്പോഴാണ് പണ്ടെപ്പോഴോ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് വേദികയ്ക്ക് ഓർമ്മ വന്നത്. മഹേഷായിട്ട് റിലേഷൻഷിപ്പിലായ തുടക്കത്തിൽ വേദികയ്ക്ക് സിറ്റിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയായ വർമാസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. എന്നാൽ അന്ന് അവളത് വേണ്ടാന്ന് വെച്ചു. മഹേഷിൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു അന്നവൾ. എങ്കിലും അതൊരു എനി ടൈം ഓഫറാണെന്നും എപ്പോഴെങ്കിലും മനസ്സ് മാറിയാൽ ആ സീറ്റ് അവൾക്ക് വേണ്ടി അവിടെ ഉണ്ടാകുമെന്നും കമ്പനി ചെയർമാൻ പറഞ്ഞത് അവൾ ഓർത്തെടുത്തു. രണ്ടാമതൊന്ന് ആലോചിക്കാൻ അവൾ മുതിർന്നില്ല. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുക. അവൾ റിപ്ലൈ മെയിൽ അയച്ചു. അന്ന് രാത്രി വേദിക മഹേഷിൻ്റെ വരവിനായി കാത്തിരുന്നു. വന്ന പാടെ തന്നെ അവൾ കണ്ട കാഴ്ചയെല്ലാം ചോദ്യം ചെയ്തു. ഇത്തവണ അവൻ്റെ പൊയ്വാക്കുകളൊന്നും തന്നെ അവൾ വിശ്വസിച്ചില്ല. അവർ അന്യോന്യം തർക്കിച്ചു. വാഗ്വാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. "നീ എപ്പോഴും എനിക്കൊരു ബാധ്യത മാത്രമായിരുന്നു വേദിക," അവൻ അലറി. "നീ എൻ്റെ ലൈഫിൽ നിന്ന് എപ്പോൾ ഒഴിഞ്ഞു പോകും എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്." ആ വാക്കുകൾ കൂരമ്പ് പോലെ വേദികയുടെ മനസ്സിൽ തുളഞ്ഞു കയറി. വിഷമവും ദേഷ്യവും കടിച്ചമർത്തി അവൾ ആ വീടിൻ്റെ പടികളിറങ്ങി എന്നേക്കുമായി. ഇനി എന്താകും വേദികയുടെ ജീവിതത്തിൽ സംഭവിക്കുക? മഹേഷ് അവളെ തിരിച്ചു വിളിക്കുമോ? മഹേഷിനോട് ക്ഷമിക്കാൻ വേദിക തയ്യാറാകുമോ? തുടർന്ന് കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.